ഇതൊരു 10 പ്രാവശ്യം എഴുത്, അപ്പോഴത്തേക്ക് നീ പഠിച്ചോളും. റാം, ഇനി കുറച്ചു നേരം കൊണ്ട് അവള് അച്ഛനെ എഴുതാൻ പഠിക്കും. എന്നിട്ട് നിങ്ങളെ കാണിച്ചു തരും. ഡോണ്ട് വറി സീത, പതുക്കെ പഠിച്ചാ മതി. മോളെ, നീ എന്നാ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കെ, ഞാൻ അടുക്കളയിൽ കുറച്ച് പണി തീർത്തിട്ട് വരാം. ചക്കരെ, നിനക്ക് പ്രയാസമൊന്നുമില്ല? എല്ലാം ഓക്കെ അല്ലേ? എനിക്ക് ഒരു പ്രയാസവും ഇല്ല. പക്ഷെ നിങ്ങളിപ്പോ അച്ഛൻ എഴുതാൻ പറഞ്ഞില്ലേ, അതാ വലിയൊരു പ്രയാസം. ഇറ്റ്സ് ഓക്കെ മോളെ. നിനക്ക് അച്ഛനൊന്നും എഴുതാൻ ഇഷ്ടമല്ലെങ്കിൽ നീ എഴുതണ്ട. നിനക്ക് ഇഷ്ടമുള്ളത് എന്താണോ നീ അത് എഴുതിക്കോ. ചക്കരെ, നീ എന്നെ എഴുതിക്കോട്ടോ, എനിക്കൊരു കോള് വരുന്നുണ്ട്. എഴുതി എഴുതി എനിക്ക് ബോറടിക്കുന്നുണ്ട്. എന്താ ചെയ്യാ? പുറത്തേക്ക് പോവാം. അയ്യോ, നീ എന്തിനാ എന്നോട് വല്ല പകയും വീട്ടുകയാണോ? അല്ലാതെ തന്നെ വയ്യാതെ കിടക്കുക ഞാൻ. ആ കൂട്ടത്തില് ഈ കയ്പുള്ള കഷായോ. ഓ, എന്തൊരു വിധിയായത്. നാശം. ഭാർഗു, നിനക്കെന്ത് പറ്റി ഭാർഗു? നീ എന്താ ഞൊണ്ടി നടക്കുന്നേ? അത് അടുക്കളയിൽ വെച്ച് കുഴവി അറിയാതെ കാലി വീണു. വീണോ? എങ്ങനെയാ ഭാർഗു? എങ്ങനെയെന്ന് ചോദിച്ചാ അതങ്ങ് വീണു. എങ്ങനെയാന്നൊന്നും കണ്ടില്ല. അല്ല ഭാർഗു, അതെങ്ങനെയാന്ന് വെച്ചാ തന്നെത്താനെ വീണതാണോ? ആണോ? സില്ലി ക്വസ്റ്റ്യൻസ് ചോദിക്കണത് എന്താ വിശ്വ? താനെ വീണതായിരിക്കും, അല്ലെങ്കിൽ എന്റെ കൈ തട്ടി വീണതായിരിക്കും. ഉണ്ട് ഭാർഗു, ഉണ്ട്. എന്തുണ്ട്? ഇവിടെ എന്തോ ഒരു കുഴപ്പം ഉറപ്പായിട്ടും ഉണ്ട്. വിശ്വ, സത്യമാണ് ഭാർഗു. ഇന്നലെ ഡൈനിങ് ടേബിളില് ടിങ് ടി ടിങ് ടിങ് ടി ടിങ് ടിങ് ടി ടിങ് വാട്ടർ ജഗ് മൂവായെന്ന് പറഞ്ഞില്ലേ? നിങ്ങളൊന്നും വിശ്വസിച്ചില്ല. അതിനുശേഷം തന്നെത്താനെ നനഞ്ഞ തുണി തലേ വന്ന് വീണെന്ന് പറഞ്ഞില്ലേ? അതിന് നീ ബുൾഷീറ്റ് എന്ന് പറഞ്ഞു. ഇപ്പൊ നീ തന്നെ എക്സ്പീരിയൻസ് ചെയ്തില്ലേ ഭാർഗു? ഇനിയും വിശ്വാസം വന്നില്ലേ? വിശ്വ, മിണ്ടാതിരിക്കുന്നതാ നല്ലത്. ഭാർഗു, എനിക്കൊരു ഡൗട്ടുണ്ട് ഭാർഗു. ഭാർഗു, നമ്മളെ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും നമുക്കെതിരെ കൂടോത്രം ചെയ്തതായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന എനിക്ക് തോന്നുന്നു ഭാർഗു. അതെ. ഇനി നീ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാ ഇതുകൊണ്ട് ഞാൻ തലക്കിട്ടടിക്കും. എന്താ ഭാർഗു? ഒരു ഭാഗത്ത് നാഗവല്ലിയുടെ ആക്രമണം, മറ്റേ ഭാഗത്ത് നീയും. കൂളാകെ ഭാർഗു, കൂളാകെ. കൂളാവൻ നീ സമ്മതിച്ചാലല്ലേ? ഓരോ പ്രാന്ത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുവല്ലേ. ഛേ, പതുക്കെ ശ്രദ്ധിച്ച് നടക്ക് ഭാർഗു. എന്താ ഈ വീട്ടിൽ സംഭവിക്കുന്നത്? എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അതിന്റെ ഇടയ്ക്ക് കാഞ്ഞ കാഷായോ. നാഗവല്ലി, എന്തിനാ എന്നോട്? വന്നു മഴ വന്നു, വീട്ടില് മഴ വന്നു, നാട്ടില് മഴ വന്നു, വലിയൊരു മഴ വന്നു. ഇന്നലെ വന്നേ മഴ. സുബി, രാവിലെ മുത്തശ്ശ
സംസാരിക്കുന്നത്? ആരെങ്കിലും കണ്ടാലോ? പോകണോ വേണ്ടേ? വാ സുബിൻ. വാ സുബിൻ. അപ്പു, ആ മേമ. മേമ എന്തു പറ്റി? എന്താ മുടന്തി നടക്കുന്നേ? അത് അടുക്കളയിൽ എന്തോ കാര്യം നോക്കുമ്പോ കാലിലേക്ക് എന്തോ വീണതാ മോനെ. മേമ ആദ്യം വാ, നമുക്കൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോവാം. ഹോസ്പിറ്റലിൽ പോവാൻ മാത്രം ഒന്നും സംഭവിച്ചില്ല പൂ. ഈ ഫയൽസിലൊക്കെ സൈൻ ചെയ്യാനുണ്ട്, ആദ്യം സൈൻ ചെയ്യ. സൈനൊക്കെ ചെയ്യാം മേമ, പക്ഷെ എനിക്കിങ്ങനെ മേമെ കണ്ടിട്ട് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അതൊന്ന് റെസ്റ്റ് എടുത്ത് എല്ലാം ശരിയായിക്കോളൂ അപ്പൂ. ആദ്യം നീ ഇതിലൊക്കെ ഒന്ന് സൈൻ ചെയ്യ. അല്ല മേമ, നമ്മുടെ വീട്ടിലുള്ളവർക്കൊക്കെ എന്താ പറ്റിയെന്ന് എനിക്ക്. മേമയ്ക്ക് കാലിന് പരുക്കായി, സീതയ്ക്ക് കൈക്ക് എന്തോ പറ്റി, ചെറിയച്ഛനാണെങ്കിൽ വീണ് നടുവിന് വയ്യാതെ കിടക്കുന്നു. അതെ രമ, ഈ വീട്ടില് എന്തോ കുഴപ്പമുണ്ട്. എന്താ? അതൊക്കെ പോട്ടെ, നീ ആദ്യം സൈൻ ചെയ്തേ. ശരി മേമ. മേമ എന്തു പറ്റി? നിക്കാൻ പറ്റുന്നില്ല രാമ. വന്നേ, ഇവിടെ ഇരുന്നേ. വാ, ആദ്യം നടങ്ങിയിരുന്നേ. ആ മേമ, എവിടെ വേദന? ഞാൻ മസാജ് ചെയ്ത് തരാം. അയ്യോ, അതൊന്നും വേണ്ട അപ്പൂ. അടങ്ങിയിരിക്കും, ഞാൻ മസാജ് ചെയ്ത് ഇറങ്ങിത്താ. കാലിങ്ങി തരാൻ. ആ മേമ, എവിടെയാ വേദന? അവിടെ തന്നെ, ആ ആംഗിളിന്റെ അടുത്ത്. എവിടെ? ഇവിടെയാണോ മേമ? രാമ, എടാ എന്താണ്? എന്തു പറ്റി? എന്തിനാ ഇങ്ങനെ നീ ബഹളം വെക്കുന്നേ? ഇസ് ഇറ്റ് എവറിത്തിങ് ഓക്കെ? എടാ വലിയ പ്രോബ്ലം ഉണ്ട്, ഒരു പ്രോബ്ലം ഉണ്ട്. നീ വാ, എഴുന്നേക്ക്. എന്താടാ? സ്വാമിയുടെ കാര്യമാണ്, ഞാൻ പറയാം. എന്തു പറ്റിയപ്പൂ? മേമ, അത് ഓഫീസിൽ എന്തോ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടെന്ന്, ഞാൻ തന്നെ അറ്റൻഡ് ചെയ്യണമെന്ന്. പോയിട്ട് വരാം മേമ. I'll be back. ആ വാ 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 വാ. Let's go. സോറി മാം, ഐ ഫോർഗോട്ട് മൈ ഫോൺ. എൻ്റെ ഫ്രണ്ടിനെ നിങ്ങളുടെ കാലടിയിൽ എങ്ങനെ നിർത്താൻ ഞാൻ സമ്മതിക്കുമെന്ന് കരുതിയോ? സാരി, അതിന് ഞാനൊരു അവസരം തരില്ല. എൻ്റെ ഫ്രണ്ട് എപ്പോഴും ഇവിടെയായിരിക്കും. വരട്ടെ? ഈ തൊട്ട് നോട്ടം ഇഷ്ടമല്ലടാ. Let's go. വേണ്ട മോളെ, വേണ്ട മോളെ. ഒറ്റയ്ക്കാണോ വന്നേ? വീട്ടിലെ എല്ലാവർക്കും സുഖാണോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട് മോളെ. ആ ശ്രീരാം ദേശായി കാണാൻ സമ്മതിക്കില്ല.
ആഴ്ചയിൽ ഒരിക്കൽ അങ്ങോട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞതാ. ഒരിക്കലെങ്കിലും നിന്നെ അങ്ങോട്ട് കൊണ്ടുവന്നോ? എന്നാ ഞാൻ ഇങ്ങോട്ട് വന്ന് എന്റെ കൊച്ചുമോടെ മുഖം ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞ പറ്റില്ല പോടാ എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് വിടുവാ മോളെ. വീട്ടിൽ നീ ഇല്ലാഞ്ഞിട്ട് എല്ലാരും വിഷമിച്ച് നിൽക്കുക മോളെ. എന്നും കരച്ചില്ല എല്ലാവരും. എന്റെ കഥയൊന്നും പറയണ്ട മോളെ. സിഹി ഇവിടെ പുറത്ത്. അമ്മേ, ഞാൻ തിരിച്ചു വിളിക്കാവേ. സിഹി ആരോടെ സംസാരിക്കുന്നേ? വാ സുബി, നമുക്ക് പോവാം. എങ്ങോട്ട്? വീട്ടിലേക്ക്. ഇപ്പോഴോ? നീ വന്നാ എല്ലാവർക്കും സന്തോഷമാവും. വാ പോവാം. എന്താ മോൾ ആലോചിക്കുന്നേ? മുത്തശ്ശ, ഞാൻ വരില്ല. അതെന്താ? ഞാൻ നിങ്ങളുടെ കൂടെ വന്ന സീതമ്മയ്ക്ക് ഞാൻ ഇല്ലാത്ത കൊണ്ട് വിഷമാവില്ലേ? പിന്നെ സീതമ്മയ്ക്ക് വയ്യാതാവില്ലേ? അതുകൊണ്ട് ഞാൻ വരില്ല. ഇത്ര വർഷം കൂടെ നിന്നവരെക്കാള് ഇന്നലെ കിട്ടിയവരാണല്ലേ നിനക്ക് വലുത്. ശരി മോളെ, നീ വരണ്ട. നിന്നെ ഓർത്ത് ഞങ്ങൾ ഒന്നും കഴിക്കാതെ ചത്തോളാം. ചത്തു കഴിഞ്ഞ് കാണാനായിട്ട് വാ. മുത്തശ്ശ, നീ ഇനി ഒന്നും പറയണ്ട. എനിക്കെല്ലാം മനസ്സിലായി. എന്നെ കാണാൻ നിനക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടാണല്ലേ? അതുകൊണ്ടാ ശ്രീരാം ദേശായി അങ്ങനെയൊക്കെ പറഞ്ഞത്. നീ പൈസക്കാരുടെ വീട്ടിലെത്തിയല്ലോ, അതുകൊണ്ടൊക്കെയല്ലേ ഇങ്ങനെ. ഇനി ഈ കിളവനെ നിനക്ക് എന്തിനാ? പൊയ്ക്കോ, അകത്തേക്ക് പൊയ്ക്കോ. അങ്ങനെയൊന്നും പറയല്ലേ മുത്തശ്ശ. പിന്നല്ലാതെ വസ്ത്രവും നിറവും ഭാഷയും മാറിയപ്പോ നിന്റെ സ്വഭാവം അങ്ങോട്ട് മാറി. നിങ്ങൾ വിഷമിക്കല്ലേ മുത്തശ്ശ. ശരി, ഞാൻ നിങ്ങളുടെ കൂടെ വന്നോളാം. ഉറപ്പാണോ? എന്നാ എന്റെ മോള് വാ. എനിക്ക് ടെൻഷൻ ആവുന്നുണ്ടാ. സുബിയെ സ്വാമിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാന്ന് ഞാൻ വാക്ക് കൊടുത്ത. ഇപ്പൊ ഓൾ ഓഫ് എ സഡൻ ഇവിടെ വന്നിട്ട് സുബിയെ വിളിച്ചോണ്ട് വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ സീതയ്ക്ക് ഡൗട്ട് വന്നു ഞാൻ എന്ത് ചെയ്യും? ആ സ്വാമി പണത്തിന് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അയ്യൊക്കെ പറയത്തക്ക വിധത്തിലുള്ള ഫീലിങ്സും ഇമോഷൻസും ഒന്നും ഇല്ല രാമ. വെറും ചെറ്റയാള്. അല്ല സുഖ, നിനക്ക് തെറ്റിയതാ. ഇത്രയും വർഷം സുബിയെ വളർത്തിയത് ആ സ്വാമിയല്ലേ? വളർത്തിയതാണ്, സമ്മതിച്ചു. പക്ഷെ സുബി നന്നായിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ സുബി നമ്മുടെ കൂടെ നിൽക്കുന്നത് അയ്യക്ക് പ്രശ്നം ഉണ്ടാകില്ലല്ലോ. സിഹി, സിഹി, സീത എന്തു പറ്റി? റാം, സിഹി എവിടെ? ആ സിഹി, 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 ആരാ ഇത്? എന്തിനാ ഇയാളുടെ കൂടെ പോകുന്നത്? ആരാ നിങ്ങള്? കുറെ ദിവസമായി ഞാൻ നിങ്ങളെ എന്റെ വീടിന്റെ മുന്നിൽ കാണുന്നു. ഇപ്പൊ എന്റെ മോളെയും കൊണ്ട് പോവാൻ നോക്കുകയാണ് നിങ്ങള്. അല്ല, നിനക്കെന്താ തീരെ ബുദ്ധിയില്ലേടി? ആരെങ്കിലും വിളിച്ച് അവരുടെ കൂടെ അങ്ങനെ ഇറങ്ങി പോവാ? റാം, ഇത് കണ്ടോ? ആരുടെ കൂടെ ഇവള് പോവാൻ പോവാ? സീത, ഞാൻ സംസാരിക്കാം, നീ അകത്തേക്ക് ചെല്ലേ. അല്ല റാം, കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന ആരെങ്കിലും ആണെങ്കിലോ? നിങ്ങള് പോലീസിനെ വിളിക്കറാം. സീതമ്മ, അവർ തട്ടിക്കൊണ്ടു പോകുന്നവരല്ല. സിഹി, നിനക്കിതൊന്നും മനസ്സിലാവില്ല. നീ മിണ്ടാതിരിക്കേ.
റാം നിങ്ങളോട് ഞാൻ ഫോൺ ചെയ്യാനാ പറയുന്നത്. മാഡം, ഏയ് തന്നോട് പറഞ്ഞിട്ടില്ലടോ ഇവിടെ ഇനി വരരുതെന്ന്. സീത, നീ ഇപ്പൊ സിഹി ആദ്യം വീടിന്റെ അകത്തേക്ക് കൊണ്ടോ. ഞാൻ സംസാരിക്കാം, നീ വീട്ടിലേക്ക് പോയിക്കോ. പോ, അകത്തേക്ക് പോകുമ്പോളെ വേഗം. ഏയ് തന്നോട് പറഞ്ഞിട്ടില്ലടോ ഞങ്ങള് ഇവിടെ ഇനി വരരുതെന്ന്. തനിക്ക് മര്യാദയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അശോക വിടറാ. എത്ര വട്ടം പറഞ്ഞതാണ് ഇയാളോട്? ഇയാൾക്ക് എന്താ പറഞ്ഞാൽ ഞാൻ മനസ്സിലായില്ലേ? സംസാരിക്കട്ടെ. വിട്. എന്തിനാ സ്വാമിച്ചേട്ടാ വീട്ടിലേക്ക് വന്നത്? ഇങ്ങോട്ട് വരാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു, സുബിയെ വീട്ടിലേക്ക് കൊണ്ടുവരുമെന്ന്. വന്നിരുന്നോ? നോക്ക്, എന്റെ സുബി എനിക്ക് കിട്ടുന്നവരെ ഞാൻ വന്നോണ്ടിരിക്കും. സ്വാമിച്ചേട്ടാ പ്ലീസ്, ഞാൻ പറയുന്നത് ഏയ്, മനസ്സിലാക്ക്. നീ ഇതെന്താടാ ഇയാളുടെ മുമ്പിൽ പ്ലീസ് സാർ എന്നൊക്കെ പറഞ്ഞിട്ട്? ഇവൻ ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലായില്ല. ഞാനിപ്പോ പോലീസിനെ വിളിച്ച് അറിയിച്ചോളാം. അവര് കൊണ്ടുപോയി ഇവനെ പെരുമാറിയാലേ ഇവന് മനസ്സിലാവുള്ളൂ. പോലീസുകാരെ വിളിക്കുമല്ലേ? അയ്യോ, സാർ എന്തിനാ ബുദ്ധിമുട്ടുന്നേ? ഞാൻ തന്നെ വിളിച്ചോളാം. ഹലോ, നമസ്കാരം സാറേ, ഞാനാ സ്വാമി. ഞാനന്ന് പറഞ്ഞില്ലേ സാറേ, എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് ഇപ്പൊ തിരിച്ചു തരുന്നില്ല എന്ന്. അവരിപ്പോ എന്റെ കൂടെയുണ്ട്. നിങ്ങളൊന്ന് സംസാരിക്കാവോ സാറേ? ആ ഫോൺ കൊടുക്ക്. പിടിച്ചോ, സ്പീക്കർ ഓണാ, സംസാരിക്ക്. ഹലോ സാർ, പറയൂ. ഇതെന്താ, നിങ്ങൾ അവരുടെ കൊച്ചിനെ കൊണ്ടുപോയി നിങ്ങളുടെ കൂടെ നിർത്തിയേക്കാണെന്ന് പറഞ്ഞു? എന്താ, അഡോപ്റ്റ് ചെയ്താണോ? ഇതുവരെ ഇല്ല സാർ, പക്ഷെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്ന. എന്റെ കൊച്ചുമോളെ ഇവർക്ക് കൊടുക്കുന്നില്ല സാറേ. ആ കൊച്ചിന്റെ ഗാർഡിയൻ ഇഷ്ടമല്ലെന്ന് നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നത്. സാർ അതങ്ങനെയല്ല. അങ്ങനെയല്ല, ഇങ്ങനെയല്ല. അവരുടെ കുട്ടി അവരുടെ കൂടെ തന്നെ പറഞ്ഞയച്ചേര്. ഇന്നൊരു ദിവസം മാത്രം സമയം വേണം സാർ. നാളെ ഞാൻ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം. ഓക്കെ, മിസ്സാവാൻ പാടില്ല. ശങ്കിൽ നിന്ന് തന്നെ കിട്ടിയില്ലേ തീർത്ഥം? എന്നെയാണോ പേടിപ്പിക്കുന്നേ? ആരാ ഈ മുതുക്കൻ? ഇയാൾ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് വരുന്നേ? ഇയാളും രാമനും അശോകനും തമ്മില് എന്താ ബന്ധം? നാളെ പുലർച്ചെ സുബി എന്റെ വീട്ടിലുണ്ടാവണം. ഇല്ലെങ്കിൽ പോലീസുകാരുടെ കൂടെ എനിക്ക് വീട്ടിലേക്ക് വരേണ്ടി വരും. കേട്ടല്ലോ? അങ്ങനെ കണ്ടവരുടെ കൂടെ ഒന്നും പോവാൻ പാടില്ലെന്ന് അറിയില്ലേ നിനക്ക്? അയാളുടെ കൈയും പിടിച്ച് പോകുന്നുണ്ടല്ലോ. എങ്ങോട്ടാ പോയത് നീ? സീതമ്മ, അത് അങ്ങനെ അറിയാത്തവരുടെ കൂടെ പോവാൻ പാടില്ല എന്ന് അറിയില്ലേ നിനക്ക്? അവരറിയാത്ത ആളല്ല സീതമ്മ, അവരെന്റെ മുത്തശ്ശനാ. അത് ഞാൻ എങ്ങനെയാ പറയാ? നീ ഇങ്ങനൊന്നും ചെയ്യാറില്ലായിരുന്നല്ലോ, ഇപ്പോഴെന്താ നിനക്ക് പറ്റിയത്? സീത, എന്തുപറ്റി? എന്തിനാ അവള് വഴക്ക് പറയുന്നത്? അമ്മേ, ആ വയസ്സായ ആള് വീണ്ടും വീട്ടിലേക്ക് വന്നിരുന്നു. അയാൾ എന്താ പറഞ്ഞെന്നോ ഇവളെന്താ മനസ്സിലാക്കിയെന്നോ അറിയത്തില്ല. ഇവള് അയാളുടെ കൂടെ അങ്ങ് പോവാ. ഞാൻ കണ്ടത് നന്നായി, അല്ലെങ്കിലോ? സിഹി, എന്താ ഇത്? അറിയാത്തവരുടെ കൂടെ അങ്ങനെ പോവാൻ പാടുണ്ടോ? പക്ഷെ സീത സിഹി അങ്ങനെ ചെയ്യുന്നൊരു കുട്ടിയല്ലല്ലോ. മോസ്റ്റ്ലി ആ പ്രായ അയാളെ ഇവൾക്ക് അറിയുമായിരിക്കും. അയാളെ ഇവൾക്കറിയാവുന്നോ? മേ ബി. എന്ത് സിഹി, ആ മുത്തശ്ശനെ മോൾക്ക് അറിയാമോ? ഇല്ലമ്മേ, എനിക്ക് തന്നെ അയാളെ അറിയില്ല. പിന്നെങ്ങനെ ഇവൾക്കറിയാവുന്നത്? പിന്നെന്തിനാ വയസ്സിന് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്? ഇന്ന് അയാള് സിഹിയോട് സംസാരിക്കുകയും ചെയ്തായിരുന്നു. എങ്ങോട്ട് ഇവളെ കൊണ്ടുപോകാനും നോക്കിയല്ലോ. മേമ,
അയാളൊരു പ്രാന്തനാ, അതുകൊണ്ട് അയാൾ അങ്ങനെയൊക്കെ ചെയ്തത്. വിട്ടേക്ക്. ആക്ച്വലി ഞാൻ ശരിക്കും കൊടുത്തിട്ടുണ്ട്. ഇനി അവൻ ആവർത്തിക്കില്ല. ആണോ? നീ വെറുതെ ടെൻഷൻ ആവല്ല സീത, റിലാക്സ്ഡ് ആയിട്ടിരിക്കേ. മോളെ, ഇനി ഒരു പരിചയമില്ലാത്തവരെ വിളിച്ച് അവരുടെ കൂടെ പോവരുത്. സംസാരിക്കാനും നിൽക്കാൻ പാടില്ല കേട്ടോ.